വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് അഷിത. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഷെഫാണ് ഷെഫ് പിള്ളൈ. ഷെഫ് പിള്ളയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ട്, ഫിഷ് നിർവാണ. ആ ഫിഷ് നിർവാണയിൽ ഞാനൊരു ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന, നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന ഒരു പച്ചക്കറി യൂസ് ചെയ്തിട്ട് അതിനെ ഒന്ന് നിർവാണയാക്കിയിട്ടുണ്ട്. ഞാനപ്പം ഈ ഫിഷ് നിർവാണയെന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു കടച്ചക്ക നിർവാണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കടച്ചക്ക നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വളരെയധികം നമ്മുടെ നാട്ടിൽ ഒത്തിരി നമ്മുടെ പച്ചക്കറി കടയിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുപുറത്തൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു കടച്ചക്കേനെ ഫിഷ് നിർവാണ ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സിൽ കൂടി കൊണ്ടുവന്നിട്ട് അത് ഒരു കടച്ചക്ക നിർവാണ കേക്കാണ്. അപ്പം ആ ഒരു റെസിപ്പി കാണാം. ഈ ഒരു റെസിപ്പി ജസ്റ്റ് ഷെഫ് സാർ പിള്ളൈ സാറിൻ്റെ ആ ഒരു ഫിഷ് നിർവാണയുടെ ഒരു ജോണറിൽ പോകുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ എക്സ്ക്ലൂസീവ്ലി ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണ്. നമ്മൾ എന്താ പറയുക, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലാതെ ചപ്പാത്തി അങ്ങനെയുള്ള എന്തൊരു സംഭവത്തിൻ്റെയും കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് റെസിപ്പി കാണാം. കടച്ചക്ക നിർവാണ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കടച്ചക്കയാണ്. ഞാൻ ഒരു ഫുൾ കടച്ചക്ക എടുത്തിട്ടില്ല, ഒരു 1/4 എടുത്തിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളത്തിയിട്ട് വെച്ചു. വെള്ളത്തിയിടാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിയിട്ടില്ലേ പെട്ടെന്ന് അതൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് പോകും. അപ്പോൾ ഞാനതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിതൊരു ചെറിയ ചെറിയ പീസസ് ആക്കുക. ചെറിയ പീസസ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി കട്ടി കൂടാൻ പാടില്ല. കട്ടി കുറച്ചിട്ട് എന്നാൽ കരിഞ്ഞു പോവാത്ത രീതിയിലുള്ള പീസസ് ആക്കി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടെയാണ് ആഡ് ചെയ്യേണ്ടത്. ഈ 2 പൊടികളും ആഡ് ചെയ്താൽ മതി. വേണേൽ കുരുമുളക് പൊടി ആഡ് ചെയ്യും, നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് സമയം വെക്കണം. കാരണം അന്നേരമാണ് നല്ലപോലെ ആ മസാലയൊക്കെ അതിനകത്തേക്ക് പിടിക്കുകയുള്ളൂ. 15 മിനിറ്റ്സ് എങ്കിലും നമ്മൾ മിനിമം വെച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ്സോളം ഞാനിങ്ങനെ ഒന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും വെച്ചിട്ട് വെച്ചേക്കാണ്. ഇനി നമുക്ക് ഒരു പാൻ എടുക്കുക. അത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ, ഒത്തിരി ഓയിലി ആവണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മതി. ഞാനിപ്പോൾ കുറച്ചൊന്ന് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ കടച്ചക്ക പീസസ് നമ്മൾ മീൻ വറുക്കുന്ന പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക. വറക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വറുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും തിരിച്ച് അപ്പുറത്തെ സൈഡിലൂടെ ഒന്ന് ഇട്ട് വേവിച്ച് നമ്മൾ എങ്ങനെയാണോ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് സെയിം പ്രോസസ്സിൽ തന്നെ ചെയ്ത് കൊടുക്കുക. മീൻ മറിച്ചിടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഈ റെസിപ്പിക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലെന്ന് പറയുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു അരമുറി തേങ്ങയുടെ പാലാണ്. നമുക്കിപ്പോൾ ഒരുപാട് ആൾക്കാർ കഴിക്കാനുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ഒരു തേങ്ങ ഫുൾ എടുക്കാം. പിന്നെ നമുക്ക് 2 പച്ചമുളക്, 2-3 പച്ചമുളക്. ഇനി ഒരു പാത്രം ചൂടാക്കുക. അത് ചട്ടി തന്നെ വേണം. ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ഇല ഇങ്ങനെ വെച്ച് കൊടുക്കുക. ചട്ടിയും ഇലയും ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി എണ്ണ ആവണ്ട, കുറച്ച് എണ്ണ, ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് ചെറുതായിട്ട് ചൂടാവുന്നുണ്ടോ നോക്കുക. ചൂടായതിന് ശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കടച്ചക്ക ഫ്രൈ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക.
ഇതിലേക്ക് നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇപ്പോൾ ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു ഒരു തേങ്ങയിൽ ഒരു തേങ്ങ എടുത്തിട്ട് തേങ്ങാപ്പാലുണ്ടാക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്കൊരു 2-3 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എരിവനുസരിച്ച് പച്ചമുളക് നമുക്ക് മാറി മറിഞ്ഞ് യൂസ് ചെയ്യാം, പക്ഷേ ആദ്യം നമ്മൾ കുറച്ച് വറുത്തത് കൊണ്ട് എരിവുണ്ടാവും. ഇനി ഇതിലേക്ക് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. കറി ലീവ്സ് കൂടുതൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും വേറൊരു ടേസ്റ്റ് വരും. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. ഓൾറെഡി വെന്തതാണ്. ഈ ഒരു സമയത്ത്, അതായത് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ഇടാം കേട്ടോ. കുരുമുളക് നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ഇടാം. ഞാനിത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ടിരുന്നു. ഇനി ഇത് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കുകയോ അല്ലെങ്കിൽ തുറന്ന് വെച്ച് വേവിക്കുകയോ നമുക്ക് ചെയ്യാം. ഗ്രേവിക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പ് കൂടി ഇടാം. ഇച്ചിരി ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പാൽ കുറച്ചുകൂടി കുറുകി നല്ല കട്ടിയായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ വേണേൽ കുറച്ചുകൂടി കുരുമുളക് പൊടി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടേതായ ട്വിസ്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഒക്കെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ ടേസ്റ്റി ആയിരിക്കും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇതിപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയത്തിൻ്റെ പുറത്തുണ്ടാക്കിയ ഒരു ഡിഷാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെ ഇത് അത്രയ്ക്ക് നന്നായിട്ട് പോവില്ല, പക്ഷേ ചപ്പാത്തിയുടെ കൂടെ നന്നായിട്ട് പോവും. പിന്നെ നമ്മുടെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. കടച്ചക്ക വേണേൽ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഡിഷ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ത്രൂ മെസ്സേജ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.